ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ ലൈംഗികതയും സ്ത്രീകളെയും വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന, അധികാരത്തെ അട്ടിമറിക്കാനും അധികാരം നേടാനും ഒക്കെ ബാർഗെയിൻ ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്ത് സ്ത്രീകളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് കാര്യക്ഷമമായിട്ടും ആത്മാർത്ഥമായിട്ടും ഉത്തരവാദിത്വത്തോടും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഞാനങ്ങനെ വ്യക്തിപരമായ ഒരു നിരാശയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും എപ്സ്റ്റീൻ ഫയലൊക്കെ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് ഈ ലോകത്തിൻ്റെ നീതി നടത്തിപ്പിലൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇത്തരം അന്യായങ്ങൾ നമ്മുടെ മേലെടുത്തുകൂടാ. വി ഡു എക്സിസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്ന് നമുക്ക് വിളിച്ച് പറയുകയല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ, അല്ലാതെ ഇനി സംഭവിക്കില്ല എന്നുള്ള ഉറപ്പിലല്ല. ഇനിയും സംഭവിച്ചേക്കാവുന്ന ഇപ്പം എന്താ പോയി ഇപ്പം എന്താ കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നത് വീണ്ടും സ്ത്രീകളെ ആക്രമിക്കാനുള്ള ടൂളായി മാറിക്കഴിഞ്ഞു. ഇപ്പം സ്പാല് ഒരു കുട്ടിക്കെതിരെ നമ്മൾ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ പുറത്താണെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വേറൊരു കുട്ടിയുടെ നേരെ വന്നു. എന്താ കേരള സമൂഹത്തിന് എന്താ എനക്കുണ്ടായത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ആസിഡ് അറ്റാക്കൊക്കെ പോലെ ഇന്ന് വീണ്ടും ഒരു ഭാഗത്ത് സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്കും കുട്ടികൾക്കും അധിക പ്രൊട്ടക്ഷനുള്ള ഒരുപാട് ആക്റ്റുകൾ വരുമ്പോൾ തന്നെയാണ്, കാരണം ഈ ആക്റ്റുകൾ കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്ന് പ്രിഡേറ്റേഴ്സിന് നല്ല പോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും അതൊരു നമുക്ക് നേരെയുള്ള ഒരു ആയുധമായിട്ട് മാറുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താ റേപ്പ് തന്നെ നോർമലൈസ് ചെയ്യപ്പെടും. കാരണം അതൊരു കൊട്ടേഷൻ കൊടുക്കാനുള്ള സംഗതിയാക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ ആരുടെ പരാജയമാണ്? നമ്മുടെ പരാജയമാണോ? അപ്പോൾ നമ്മൾ ഇനി തീരെ ഇനി എന്താ വാനിഷായി പോകണം? എന്താണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്?